അതെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വിശേഷങ്ങൾ ചോദിക്കാനോ ഒന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന കമൻസിനായാലും മെസ്സേജിനായാലും റിപ്ലൈ തരാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണല്ലോ. നമ്മൾ വീടിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. അവസാനം ഒരു വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതും പോയി. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് പിന്നെയും കണ്ടുപിടിച്ചു. അന്ന് തന്നെ മാറുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയെങ്കിലും എല്ലാം ഒന്നും അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴും അതിൻ്റെ തിരക്കിൽ തന്നെ ഞാനിങ്ങനെ നടക്കുകയാണ്. ഓരോ ഭാഗങ്ങളിങ്ങനെ ഒതുക്കി ഒതുക്കി വരുന്നേ ഉള്ളൂ. പിന്നെ അന്ന് അമ്മമാരും അനിയത്തിമാരൊക്കെ ഉള്ളത് കൊണ്ട് ഒരുവിധം സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോയി. ഇപ്പം എല്ലാവരും പോയി, ഇനി ഞാനും സംഗിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളും ഓരോ കാര്യങ്ങൾ ഒതുക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒരു തുളസി തൈ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചാവി കൊടുക്കാൻ പോയപ്പോൾ അവിടുന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അവിടെ ഞാനിങ്ങനെ ഇഷ്ടം പോലെ നട്ടുപിടിപ്പിക്കുമായിരുന്നു. 1-2 മാല വെച്ചിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും അവിടെ നമ്മുടെ കല്ലന്താഴത്ത് അമ്പലം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ പിന്നീട് ഞാനില്ലേ പറഞ്ഞില്ലേ പോകാൻ പറ്റാതെയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാല കെട്ടുന്നതൊന്നുമില്ല. പിന്നെ ഉണക്കൊക്കെ ആയപ്പോഴത്തേക്ക് തുളസിയൊക്കെ ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ അതെല്ലാം വീണ്ടും വീണ്ടും പൊട്ടിക്കളിച്ചു. നിറയെ നിൽപ്പുണ്ട് കേട്ടോ. അതിൽ നിന്നൊരു 3-4 തൈ ഞാൻ പിന്നെ പറിച്ചുകൊണ്ട് വന്നതാണ്. നമുക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതൊട്ട് തുളസിയും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെക്കാമല്ലോ എന്ന് വെച്ചു. ഫ്രണ്ടിൽ നടാമെന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫ്രണ്ടിലൊന്നും വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. തറയോടിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. അവിടെ ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല. ആകെപ്പാടെ നമുക്ക് ചെടി നടാനോ എന്തെങ്കിലും നടാൻ ഇവിടെ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ചെറിയൊരിത് തോന്നിയത് വേസ്റ്റ് കളയാനുള്ള സ്ഥലമില്ല കേട്ടോ. അതായത് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അല്ലാത്തൊക്കെ കളയാൻ വേണ്ടിയിട്ട്, പേപ്പറായാലും കത്തിക്കാനുള്ള വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ റിങ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തിട്ട് നമുക്ക് കത്തിക്കാം. പക്ഷേ ഫുഡിൻ്റെ ഒക്കെ വേസ്റ്റ് വന്ന് കളയാനാണ് പാട്. ഈ ഒരു സൈഡിൽ നമുക്ക് കളയാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ മണ്ണ് മാറ്റിയിട്ട് അവിടെ ഇട്ടാൽ മതി, അത് കഴിഞ്ഞ് മണ്ണിട്ട് നീക്കിയിട്ടാൽ മതി എന്ന്. പക്ഷേ എനിക്ക് ഫുഡിൻ്റെ വേസ്റ്റ് നമുക്ക് അധികം ഒന്നും വരത്തില്ല, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഇത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇടത്തില്ല കേട്ടോ. ഇവിടെ ഇടാൻ എനിക്കൊരു വല്ലാതെയാണ്. കിണറൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു മനസ്സിനകത്തൊരു ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതാ ഈ പൂച്ചയും കാക്കയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കും. അവർക്ക് ഒരു ആഹാരമൊക്കെ ആവുമല്ലോ. അപ്പോൾ കുറച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ എന്തോ തില്ലേലും ഇട്ട് വെച്ചേക്കും. അവർ വന്ന് ഇങ്ങനെ കാക്കയൊക്കെ ആയാലും വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പൊക്കോളും. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ മീൻ വെള്ളം കഴിവാനൊക്കെ വേറെ ഒഴിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും ഒതുക്കി ഒതുക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു വിളക്ക് സ്റ്റാൻഡ് മേടിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസായിരുന്നു എനിക്ക്. നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഇത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നുന്നു, തടിയുടെ അല്ലേ, നന്നായിട്ട് പൂപ്പലടിച്ചു കേട്ടോ. ഒരുമാതിരി ഇങ്ങനെ പൂപ്പലായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് നല്ല രീതിയിലൊന്ന് തുടച്ചൊക്കെ എടുത്തിട്ട് പിന്നെ വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും ഞാൻ ഡെറ്റോളൊക്കെ ഒഴിച്ചൊന്ന് തുടയ്ക്കുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും ഇങ്ങോട്ട് പിടിക്കത്തില്ല. ഡെറ്റോളൊക്കെ ഒഴിച്ച് തുടയ്ക്കുമ്പോൾ നല്ല ആ ഒരു മണമൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഇപ്പോൾ വിളക്കത്തിപ്പൊക്കെ പതിയെ തുടങ്ങിയിട്ടില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ വന്നിട്ട് എനിക്ക് നന്നായിട്ടൊന്ന് ക്ലീനിങ് ഒന്നും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ വിളക്കൊക്കെ കത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു തറയിൽ എന്തോ ഒരു അഴുക്ക് ഇങ്ങനെ മമ്മി അന്ന് തുടച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുകൂട്ടൊക്കെ അഴുക്ക് എന്തോ കിടക്കുന്നത്, എന്തോ ഇനി കറയെങ്ങാനും ആയതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ വീണിട്ട് ഇനി പോകാൻ ഞാൻ തോന്നുന്നു. നമ്മൾ തുടച്ചിട്ടും പോകുന്നില്ല. ഞാൻ പിന്നെയും തുടച്ചു കേട്ടോ. ചെറുതായിട്ട് ആ ഒരു മങ്ങൽ അഴുക്ക് പോകുന്നെങ്കിലും പിന്നെ ഒരു മങ്ങൽ പോലെ ഉണ്ട്. ഇനി എന്തെങ്കിലും ഡെറ്റോളൊക്കെ ഒഴിച്ച് ഒന്നും കൂടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ അത് പോകുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ഇതാ വിളക്ക് വെക്കുന്ന സ്ഥലം ഞാൻ ഇവിടെയാണ് കണ്ടുവച്ചേക്കുന്നത്. എനിക്കിവിടെ വന്നപ്പം തൊട്ടേയുള്ള ടെൻഷൻ എന്തെന്ന് വെച്ചാൽ ഈ വിളക്ക് ഞാൻ എവിടെ വെച്ച് കത്തിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. ഈ പറയുന്ന പോലെ എനിക്ക് ഈ പൂജാമുറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂജാമുറി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒതുക്കി എല്ലാം വിളക്കൊക്കെ വെച്ച് ഒരുക്കി കത്തിക്കുകയൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ഇങ്ങനെ ഇല്ലാത്തടത്ത് വെക്കുമ്പോൾ നമ്മൾ ഹോളിലങ്ങനെ വെക്കാൻ പറ്റുമല്ലോ, അത് റൂമിലൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ പൂജാമുറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തെന്നറിയത്തില്ല, വീട്ടിൽ നമുക്ക് പൂജാമുറി ഇല്ല, ഹോളിലാണ് ഒരു സൈഡിലാണ് വെച്ച് കത്തിക്കുന്നത്. അതേപോലെ തന്നെ ഞാനാണെങ്കിൽ കുഞ്ഞിൻ്റെ അവിടെ പോയപ്പോഴും അവിടെയും പൂജാമുറി ഇല്ല, ഹോളിലാണ് വെച്ച് കത്തിക്കുന്നത്. നമ്മൾ പുറത്തെടുത്തുകൊണ്ട് വെച്ച് കത്തിച്ചിട്ട് പിന്നെ അകത്ത് കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെയും ഇല്ല. ഇനി നമ്മളൊരു വീട് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞൊരു പൂജാമുറിയെങ്കിലും വേണം എന്നൊരാഗ്രഹമൊക്കെ എനിക്കുണ്ട്. നടക്കുമോ എന്തോ, നടന്നാൽ കൊള്ളാം. അങ്ങനെ ഇതാ ഈ ഒരു സൈഡിൽ ആക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഇതാ ഈ ഒരു ടേബിള് ഇതാകുമ്പം ഇങ്ങോട്ട് നമ്മുടെ കിച്ചണിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗം കേട്ടോ. അപ്പം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേരുടെ സംശയമാണ്
ഞങ്ങൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു. അതുകൊണ്ട് തന്നെ വീട്ടുകാരുമായിട്ടും സഹകരണങ്ങളൊന്നുമില്ല. വീട്ടുകാർ അതുകൊണ്ടാണ് സഹകരിക്കാത്തത്. കുഞ്ഞൻ്റെ വീട്ടുകാരൊന്നും സഹകരിക്കാത്തത് അതുകൊണ്ടാണ് നമ്മൾ ഈ കൊല്ലത്ത് വന്ന് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആണോ? നിങ്ങൾ ഒന്നും അറിയാതെ ഒന്നും വിളിച്ച് പറയരുത് കേട്ടോ. ഈ പറയുന്ന പോലെ ഞാൻ ഇതിന് മുന്നേയും നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടുമ്പോഴും ഓരോ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇതോട്ടൊക്കെ കമൻറ്റ് ചെയ്യുന്ന കേൾക്കുമ്പോൾ ശരിക്കും സങ്കടമൊക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ മനുഷ്യന്മാരാടോ, ഇങ്ങനെ കല്ല് വെച്ചൊന്നും അല്ല മനസ്സിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നും. ഇനി ന്യൂ മെമ്പേഴ്സാണോ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. ചിലരൊന്നും നമ്മുടെ ഫാമിലി മെമ്പർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ കുത്തണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെ കുത്തി നോവിക്കുന്നത്. അതിനകത്ത് എന്ത് പറഞ്ഞാലാണ് അവർ കൂടുതലായിട്ട് വേദനിക്കുന്നത്, അതാ ഒരു പോയിൻ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ കുത്താൻ നോക്കുന്നുണ്ട്. അവരോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മുടെ ന്യൂ മെമ്പേഴ്സ് അറിയാനും കൂടെ പറയുകയാണ്, നമ്മളും വീട്ടുകാരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ 2 വീട്ടുകാരുമായിട്ടും നമ്മളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൊല്ലത്ത് ജോലി നോക്കുന്നത്, അതായത് വീട് റെൻ്റ് എടുത്ത് താമസിക്കുന്നത് എന്ന് വെച്ച് ചോദിച്ചാൽ അത് പറഞ്ഞുതരാം. അത് പറയണമെങ്കിൽ ആദ്യം തൊട്ട് പറയണം. നമ്മൾ കല്യാണം കഴിഞ്ഞ് നിന്ന സമയത്ത് കുഞ്ഞൻ ഇങ്ങനെ കായംകുളത്തുനിന്ന് കൊല്ലത്തോട്ട് വന്നും പോയി നിൽക്കുമായിരുന്നു ജോലിക്ക്. ആ സമയത്ത് കൊറോണ സമയമൊക്കെ ആയിരുന്നു. അന്നേരം പിന്നെ ട്രെയിനിലായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നെ ട്രെയിൻ നിർത്തി. അത് കഴിഞ്ഞ് ബൈക്കിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. രാവിലെ അവിടെ നിന്ന് വരും, അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വൈകിട്ട് അങ്ങോട്ട് വരും, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരുന്നു കുഞ്ഞിന് ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ മാസങ്ങൾ ഇങ്ങനെ കിടപ്പായി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി. അങ്ങനെ പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാതായി. അത് കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്ത് നിന്ന് കുഞ്ഞിന് സുഖമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു സമാധാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറേയൊക്കെ നാൾ അവർ ഹോൾഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ ആളെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും അവിടുന്ന് വിളി വന്നു, ഇതുകൊണ്ട് ജോലിക്ക് കയറാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ പിന്നെ ഡോക്ടറോടൊക്കെ ചോദിച്ചു, ജോലിക്ക് കയറാൻ ഇതോട്ട് ജോലിക്ക് കയറാവോ, ഞങ്ങൾക്ക് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ജോലിക്ക് കയറിക്കോ, എപ്പോഴും ഒരു ശ്രദ്ധ വേണം, പിന്നെ അധികം നേരം ഇരിക്കുകയൊന്നും ചെയ്യരുത്, റെസ്റ്റ് എടുത്ത് വേണം ചെയ്യാനെന്ന്. ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ കൊല്ലത്തോട്ട് മാറേണ്ടതായിട്ട് വന്നു. കാരണം ട്രാവലിങ് പറ്റത്തില്ല. കായംകുളം ടു കൊല്ലം വരെ കിലോമീറ്റർ എത്ര ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്രാവലിങ് എത്ര നേരം ഉണ്ടെന്ന്. അപ്പോൾ കുഞ്ഞിന് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും പറ്റാത്ത ഒരാളായിരുന്നു. അപ്പം നമുക്ക് അധികം നേരം നിൽക്കാനും എടുക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്ന സമയത്ത് കുഞ്ഞിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. പിന്നീടാണ് അത് പതിയെ മാറി ഇപ്പം ഇങ്ങനെ വരെ ആയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ കയറി. നമ്മൾ പെട്ടെന്നൊരു വീടെടുത്തു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറി. പിന്നെ പിറ്റേന്ന് തൊട്ട് കുഞ്ഞൻ ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുമായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറേ പേര് ചോദിച്ചു, എനിക്ക് ജോലിക്ക് പോക്കൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം ഞാൻ അതും കൂടെ പറയാം. ഞാൻ ജോലിക്ക് പോകാഞ്ഞ കാര്യം, ഇവിടെ കൊല്ലത്ത് വരുമ്പോൾ എനിക്ക് ജോലിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. കുഞ്ഞിന് ആ സമയത്തും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു സഹായം ഇല്ലാതെ ആൾക്ക് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ കുഞ്ഞൻ ഇവിടുന്ന് ജോലിക്ക് പോയാൽ ചിലപ്പം നമ്മളിപ്പം ഒറ്റ കിടപ്പ് കിടന്നിട്ട് പിന്നീട് ജോലിക്ക് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അത് വന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ബാക്ക് പെയിൻ കൂടും. കുഞ്ഞിന് നട്ടലിനൊക്കെ പ്രശ്നമുള്ളതല്ലേ, അപ്പം ബാക്ക് പെയിനൊക്കെ കൂടും, കാലിൽ നീരാവും. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഉച്ചയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വരും. ചിലപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ, ചിലപ്പോൾ 3 മണിയാകുമ്പം. ആദ്യം പോകുന്ന സമയത്തൊക്കെ കുഞ്ഞൻ ഒരു ഡേ ഫുൾ ഇരിക്കത്തില്ലായിരുന്നു. രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരുവിധമൊക്കെ ഉച്ച വരെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് വരും. പിന്നെ വീട്ടിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വീട്ടിൽ ഇരുന്നൊക്കെ ആയിരുന്നു ജോലി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നത്. ആ സമയത്ത് ഈ പറയുന്ന പോലെ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മാമനും അച്ചമ്പിയൊന്നും അല്ലല്ലോ ജോലി സ്ഥലത്തെ ഓണറൊക്കെ. അപ്പോൾ നമുക്ക് ബോധിക്കുന്ന സമയത്ത് നമുക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ ഡേ അവിടെ നിൽക്കണം. നമ്മൾ ഓരോ ദിവസവും നമുക്ക് ലീവ് എടുക്കാൻ ലീവ് തരത്തില്ല. അപ്പോൾ ഈ കുഞ്ഞനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീവായിരിക്കും. ആ ലീവുള്ള സമയത്ത് എനിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞൻ്റെ കാര്യം നോക്കാൻ ആരെങ്കിലും വേണം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾക്കും എന്തെങ്കിലും വയ്യായികയോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ വേറെ ആരുമില്ല.
ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ? അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാതിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും നല്ല രീതിയിൽ മോശമായി, ഡിസ്കിനൊക്കെ പ്രോബ്ലം ആയി. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഒട്ടും പറ്റത്തില്ല. എന്നിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ജോലിക്ക് പോകണമെന്ന്. പക്ഷേ എനിക്ക് കുഞ്ഞിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാഞ്ഞത്. എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്തേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പോവണ്ട, നീ ഇനി ഇത്രയും നാളും കിടന്ന് കഷ്ടപ്പെട്ടല്ലേ, ഇനി നീ കഷ്ടപ്പെടണ്ട എന്നും പറഞ്ഞിട്ട് എന്നെ ജോലിക്ക് വിടാഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ കുഞ്ഞിന് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഞാനൊന്ന് വീണ് പോയതുപോലെ ആയിരുന്നു. കുഞ്ഞൻ വീണ് പോയപ്പോഴത്തേക്ക് എല്ലാ കാര്യത്തിനും എനിക്ക് കൂടെ നിന്നിട്ട് പെട്ടെന്നൊരു വീഴ്ച വന്നപ്പോഴത്തേക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഏറെയായിരുന്നു. പക്ഷേ ഞാനത് തരണം ചെയ്തെടുത്തു. ആ സമയത്ത് എനിക്ക് ജോലിക്ക് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതുവരെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു കാര്യവും. കാരണം എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളായാലും എല്ലാം എനിക്ക് കുഞ്ഞൻ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആളെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് ആരുമില്ലായിരുന്നു. ഇപ്പം ഞാൻ നോക്കുന്ന പോലെ വേറൊരാൾ നോക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഒറ്റ കിടപ്പായിരുന്നു കുഞ്ഞൻ, ബെഡിൽ തന്നെ ആയിരുന്നു. അല്ലാതെ എഴുന്നേറ്റ് പോയി ടോയ്ലറ്റിൽ പോകാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ലായിരുന്നു. മാസങ്ങളോളം ഒറ്റ കിടപ്പിൽ ബെഡിൽ തിരിയാനോ മറിയാനോ അങ്ങനെ ഒന്നും പറ്റാതെ ഒറ്റ കിടപ്പായിരുന്നു. ആ സമയത്ത് വേറെ ആരും അങ്ങനെ നിന്ന് ചെയ്യത്തില്ലല്ലോ. ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാനായാലും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ എപ്പോഴും കൂടെ വേണമായിരുന്നു. കാരണം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേദന വരും. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെഡിസിൻ കൊടുക്കണം, അതേപോലെ ഇഞ്ചക്ഷൻ ഉണ്ട്. ആ സമയത്തൊക്കെ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എങ്ങനെയും നിൽക്കുമായിരുന്നു. പിന്നെ ഈ കൊല്ലത്തോട്ട് മാറിയ സമയത്ത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൊല്ലത്തോട്ട് മാറിയ സമയത്തും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് പിന്നെയും പോകാൻ പറ്റിയില്ല. അതൊക്കെയായിരുന്നു എൻ്റെ കാര്യം എന്ന് വെച്ചാൽ. എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു. പിന്നെ അതൊക്കെ പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തേ, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നല്ല, ഇപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഓരോന്ന് നെഗറ്റീവ് കമൻസ്. അതിനകത്ത് എനിക്ക് നല്ല രീതിയിലൊന്ന് കൊണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി നിന്നുകൂടെ, അന്നേരം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെൻറ്റിൻ്റെ നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ചേച്ചിയാണോ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്കിതുകൊണ്ടൊരു കമൻറ്റ് വന്നായിരുന്നു, പോയി നിന്നുകൂടെ, എന്തിനാ പാവത്തിനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. എന്താണ് കഷ്ടപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. എന്താണ് കഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ കുഞ്ഞിനെ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ആ മനുഷ്യനെ ഇങ്ങനെ ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ രീതിയിൽ ആക്കിയെടുത്തത്. അതിനകത്ത് ഞാൻ എന്ത് കഷ്ടപ്പാടാണ് അത് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന പോലെ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ഇല്ലെങ്കിൽ ആരെയും പിന്നെ ഒന്നും ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അതിനുവേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് എല്ലാം. കുഞ്ഞിൻ്റെ ഒരേ ഒരു നിർബന്ധം കൊണ്ടാണ് നമ്മൾ ജോലിക്ക് ഇവിടെ വന്നത് തന്നെ. ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിന് വേറൊരിടത്ത് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അവർക്ക് അറിയാം കുഞ്ഞിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു. കാരണം ഇവിടെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പിന്നെ ഇവിടെ കയറിയത് തന്നെ. അപ്പോൾ അവർക്ക് അറിയാം അന്നേരം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും കുഞ്ഞിന് ലീവ് എടുത്താൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ വീട്ടിലിരുന്നാലും ആൾക്ക് ചെയ്തു കൊടുക്കാം, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടൊക്കെയാണ്. അല്ലാതെ വേറൊരിടത്ത് ചെന്ന് ജോലിക്ക് കയറാൻ കുഞ്ഞിന് ആ സമയത്ത് പറ്റത്തില്ല. ഇങ്ങനെ കാലും വയ്യാതെ ചെന്ന് കയറുമ്പോൾ അവർ ഒരിക്കലും ജോലി കൊടുക്കത്തില്ല. ഇങ്ങനെ വയ്യാതെ ഇരിക്കുകയല്ല, അപ്പോൾ പിന്നെ എന്നും വരുമോ ഇല്ലയോ ഒന്നും അവർക്കൊരു ഉറപ്പില്ലല്ലോ. അറിയാവുന്നവരാണെങ്കിലല്ലേ അവർക്കൊരു വിശ്വാസം കാണത്തുള്ളൂ. അവൻ എന്തായാലും ആ ജോലി അവൻ തീർത്ത് തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ജോലിയിൽ നിൽക്കാൻ അവർ തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന സമയത്ത് നമ്മൾ കായംകുളത്തൊക്കെ ജോലി നോക്കുകയെന്ന് വെച്ചാൽ തന്നെ അവിടെ ആ സമയത്ത് ആരെയും കുഞ്ഞിന് ജോലി കൊടുക്കത്തില്ല. ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, നല്ല മോശപ്പെട്ടൊരു അവസ്ഥയിലാണ് നമ്മൾ കൊല്ലത്തോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴും ആദ്യമൊക്കെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലിക്ക് ചെന്ന് ഇരിക്കാനും എടുക്കാനും. ഒറ്റ കിടപ്പ് കുറേ നാൾ കിടന്നു കഴിയുമ്പോൾ പിന്നീട് ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് അറിഞ്ഞവർക്ക് അത് മനസ്സിലാവും ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ഒന്നും ചിന്തിക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമം ഉണ്ടാവുമോ ഒന്നും അവർ ചിന്തിക്കത്തേയില്ല. തിരിച്ച് അവർക്ക് ആ ഒരു അവസ്ഥ വരുമ്പോഴേയിരിക്കും അവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ആരെയും വായൊന്നും ഇങ്ങനെ മൂടി കെട്ടി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ടാറ്റ, സീ യു.